ദൈവ സാന്നിധ്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാനും ദൈവം നമുക്കൊരു റിയാലിറ്റി ആകാതിരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും, അയാളൊരു പക്ഷേ സഭയിൽ പോകുന്നുണ്ടായിരിക്കാം, പാട്ട് പാടുന്നുണ്ടായിരിക്കാം, ശുശ്രൂഷിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവ് അനുഭവിക്കാൻ കഴിയാത്ത, പിതാവിൻ്റെ ഭവനത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത ഏതൊരു വ്യക്തിയും നമ്മൾ എങ്ങനെ കണ്ടേലേ പറ്റുള്ളൂ? പിന്മാറ്റക്കാരനായിട്ട് കണ്ടേലേ പറ്റുള്ളൂ. ഇനി യോവേലിൻ്റെ പ്രവചനം വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ പറഞ്ഞിരിക്കുന്നതൊക്കെ വായിച്ചാൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും ഇതൊക്കെ കൊടും പാപികൾക്ക് വേണ്ടി മാത്രം എഴുതിയിട്ടുള്ള ഒരു പ്രവചന പുസ്തകമാണെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടും പാപികൾക്ക് വേണ്ടി എഴുതിയ ഒരു പുസ്തകമല്ല. ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യോവേലിൻ്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ യോവേൽ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണെന്നുള്ളത് ശരിക്കും വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്ന രാജാവിൻ്റെ കാലത്തെന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിട്ടില്ലാത്തത് കൊണ്ട് നമ്മളിപ്പം യോവേലിൻ്റെ പ്രവചനം തുടങ്ങുമ്പോൾ തന്നെ അവിടെ കാണുന്ന വാക്ക് എന്താണ്? അവിടെ എഴുതിയിരിക്കുന്ന പെതുവേലിൻ്റെ മകനായ യോവേലിനെ ഉണ്ടായ യഹോവയുടെ അരുളപ്പാട്. ബാക്കി ഒരു കാര്യവും യോവേലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുപോലെ ഏത് രാജാക്കന്മാരുടെ കാലത്താണെന്നുള്ളതും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നീടുള്ള യോവേലിൻ്റെ പുസ്തകം വായിക്കുമ്പോഴും ഏതെങ്കിലും രാജാക്കന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തി അതുമായിട്ട് ബന്ധപ്പെടുത്തി യോവേലിൻ്റെ ജീവിതത്തെ ബന്ധപ്പെടുത്തി നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ഒറ്റയടിക്ക് യോവേലിൻ്റെ പ്രവചനം ഏത് കാലയളവിലാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ യോവേലിൻ്റെ പ്രവചനത്തിൽ നമ്മൾ തിരിച്ചറിയുന്നതായ ചില കാര്യങ്ങൾ, ഒന്ന്, യോവേൽ യഹൂദ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേൽ ശലോമോന്റെ കാലഘട്ടത്തിന് ശേഷം രണ്ടായിട്ട് വേർപിരിക്കുകയാണ്, ഇസ്രായേലും യഹൂദയും. അതിൽ തന്നെ തെക്കേ രാജ്യമാണ് യഹൂദ്യ. ആ യഹൂദ്യ നാട്ടിലെ ഒരു പ്രവാചകനാണ് ശരിക്കും യോവേൽ. അതുകൊണ്ട് യോവേലിൻ്റെ പ്രവചനം വായിക്കുമ്പോൾ അവിടെ ദേവാലയമുണ്ട്, അവിടെ പുരോഹിതന്മാരുണ്ട്, അവിടെ യാഗമുണ്ട്, അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നാൽ വടക്കേ രാജ്യത്തിലെ ഒരു പ്രവാചകൻ സംസാരിക്കുമ്പോൾ ഇത് കടന്നു വരാനുള്ള സാധ്യത ഇല്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ശമരിയയാണ് അവരുടെ തലസ്ഥാനം. അവിടെ ഇതുപോലെ ദേവാലയമോ ആരാധനയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പ്രസക്തമായിട്ടുള്ള ഒരു പശ്ചാത്തലം അവർക്ക് ഇല്ല. അപ്പോൾ ഇവിടെ ഈ ദേവാലയത്തെയും ആരാധനയെയും യാഗത്തെയും പുരോഹിതന്മാരെയും മൂപ്പന്മാരെയും എല്ലാം വളരെ വ്യക്തമായിട്ട് വിളിക്കുകയും അതിനെ സംബോധന ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ശരിക്കും യഹൂദ്യ ദേശത്ത് പ്രവചിച്ചിരുന്ന വ്യക്തി എന്ന നിലയിൽ യോവേൽ ആ രീതിയിൽ തന്നെ യോവേൽ ഇടപെട്ടതായ ജനം എന്ന് പറയുന്നത് ഇസ്രായേലിനെ പോലെ വിഗ്രഹാരാധികളായ ആളുകളോ അങ്ങനെയുള്ള ആളുകളല്ല എന്ന് തന്നെയല്ല. ഈ പുസ്തകം മുഴുവൻ നമ്മൾ വായിക്കുമ്പോഴും വിഗ്രഹാരാധന പോലെയുള്ള, വാസ്തവത്തിൽ വേദപുസ്തകത്തിലെ ജനങ്ങളുടെ ഒരു വലിയ തെറ്റായിട്ട് പ്രോബ്ലമായിട്ട് നമ്മൾ പലയിടത്തും കാണുന്നത് എന്താണ്? ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് നമ്മൾ വായിച്ചു നോക്കിയാൽ മിക്കപ്പോഴും ഇസ്രായേലിൽ നടക്കുന്ന കാര്യമാണത്. യഹൂദ്യയിലും ചില സമയത്തൊക്കെ ഇസ്രായേൽ രാജാക്കന്മാരുടെ പിന്നാലെ പോയതുകൊണ്ട് അവരങ്ങനെ ചെയ്തുവെങ്കിലും അടിസ്ഥാനപരമായി യഹൂദ്യയിൽ അവർ യഹോവയെ ആരാധിക്കുന്നവരും ദേവാലയമുള്ളവരും അങ്ങനെയൊക്കെയാണ്, പ്രത്യേകിച്ചും അതിൻ്റെ ആദ്യ കാലയളവിൽ. പിന്നീട് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇസ്രായേലിൻ്റെ ദൈവങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിന് പറയുന്നതായ ദൈവങ്ങൾ, ബാൽ, അശേര, ഇതൊന്നും അല്ല ഇവിടുത്തെ ഒരു വലിയ വിഷയമായിട്ട് പറയുന്നത്. അതുപോലെ അവരുടെ ശത്രുക്കളെക്കുറിച്ച് അല്ലെങ്കിൽ യോവേൽ പ്രവചനത്തിൽ യോവേൽ പ്രൊജക്റ്റ് ചെയ്യുന്നതായ ശത്രുക്കൾ ബാബിലോൺ അല്ല, അശൂർ അല്ല, സിറിയ അല്ലെങ്കിൽ അരാമല്ല. അരാമിനെ കുറിച്ചോ അശൂറിനെ കുറിച്ചോ ബാബിലോണിനെ കുറിച്ചോ ഉള്ള വിരോധം വെച്ച് പുലർത്തുന്ന പ്രവചനങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. അല്പം വന്നിട്ടുള്ളതെന്ന് പറയുന്നത് 3-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ സോറനെ കുറിച്ചും സീദോനെ കുറിച്ചും വരുന്നുണ്ട്. അതിൻ്റെ 19-ാം വാക്യത്തിൽ മിസ്രൈമിനെ കുറിച്ചും ഏദോമിനെ കുറിച്ചും പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അരാമ്യരോ അശൂർ ആൾക്കാരോ ബാബിലോണിയരോ ഒക്കെ ഒരു വലിയ ശത്രുവായിട്ട് ഇവരുടെ മുമ്പിൽ വരുന്നതിന് മുമ്പാണ് യോവേൽ പ്രവചനം രേഖപ്പെടുത്തിയത് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. യോവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ശരിക്കും വൺ ടു ഹും യഹോവ ഈസ് ഗാഡ്, യാഹ്വേ ഈസ് ഗാഡ്, യഹോവ ദൈവമായിരിക്കുന്ന വ്യക്തി. യഹോവ ദൈവം എന്നുള്ള 2 വാക്കുകളാണ്. യാഹ്വേ എന്ന് പറയുന്ന യഹോവയും അതുപോലെ ഏൽ എന്ന് പറയുന്ന യോവേൽ, യാഹ്വേ ഏൽ, യഹോവ ദൈവം എന്ന് പറയുക. യഹോവ എൻ്റെ ദൈവം അല്ലെങ്കിൽ യഹോവ ദൈവമായിരിക്കുന്ന വ്യക്തി എന്ന നിലയിലാണ് യോവേലിനെ നമുക്ക്, അല്ലെങ്കിൽ യോവേലിൻ്റെ വാക്കിനെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്. ഒരു പക്ഷേ പല ആളുകളും പറയുന്നത്, ഞാനിപ്പം ചരിത്രം പറയാൻ എനിക്ക് അധികം സമയം ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പല ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് വേദപുസ്തകത്തിലെ യോവാഷ് എന്ന് പറയുന്ന ഒരു അധികം കുഴപ്പമില്ലാത്ത രാജാവ് ഭരിച്ചിരുന്നതായ, അധികം കുഴപ്പമില്ലെന്ന് തീർത്ത് പറയാൻ പറ്റത്തില്ല, എങ്കിലും യോവാഷിൻ്റെ ഭരണകാലം ഇസ്രായേലിലെ ദേവാലയത്തിൻ്റെ പുതുക്കിപ്പണിയിലും ഒക്കെ നടന്നതായ യോവാഷിൻ്റെ കാലയളവിൽ, അതും പ്രത്യേകിച്ചും അതിൻ്റെ ആദ്യ സമയത്തായിരിക്കണം യോവേൽ പ്രവചനം നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഒരു BC 870 മുതലുള്ള കാലയളവിൽ. 2 ദിനവൃത്താന്ത പുസ്തകം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യോവാഷിൻ്റെ കാലം മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയും. അതോടെ ആദ്യം നമ്മൾ കാണുന്നത് യഹോശാഫാത്ത് എന്ന് പറയുന്ന നല്ല ഒരു രാജാവിനെ കുറിച്ചാണ്. എന്നാൽ
യഹോശാഫാത്തിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ എലീശ പ്രവാചകൻ ഒരു നല്ല വാക്ക് പറയുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇസ്രായേലിലെ രാജാവും യഹോശാഫാത്തും മറ്റൊരു രാജാവും കൂടെ അവിടെ വന്നു കഴിഞ്ഞിട്ട് എലീശ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കാണാൻ തയ്യാറാകുന്നുണ്ട്. എന്നിട്ട് ഒരു വാക്ക് പറയുന്നുണ്ട്, യഹൂദ രാജാവായ യഹോശാഫാത്തിൻ്റെ മുഖം ഞാൻ ആദരിച്ചില്ലായിരുന്നെങ്കിൽ നിന്നെ കാണാൻ പോലും ഞാൻ വരത്തില്ലായിരുന്നു. അപ്പോൾ യഹോശാഫാത്തിനെ കുറിച്ച് എലീശായ്ക്ക് ഒരു നല്ല അഭിപ്രായമുണ്ട്. പക്ഷേ യഹോശാഫാത്ത് ചെയ്ത ഏറ്റവും വലിയ ദോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകനെ ആഹാബിൻ്റെ മോളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചെന്നുള്ളതാണ്. നമുക്കൊക്കെ പറ്റുന്ന വലിയ പ്രശ്നം പലപ്പോഴും ഈ കല്യാണക്കാര്യം വരുമ്പോഴാണ്. അത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഭയങ്കര അപകടങ്ങളുണ്ടാകും. കാരണം അന്ന് 12 ഗോത്രങ്ങളിൽ 10 ഗോത്രങ്ങളുടെയും അധിപനായിരുന്നു ആഹാബ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആഹാബുമായിട്ട് സഖ്യത ഉണ്ടാക്കുക എന്നുള്ളത് യഹോശാഫാത്തിൻ്റെ വലിയൊരു മോഹമായി വന്നു. നമുക്കും പലപ്പോഴും ഉണ്ടല്ലോ, നമ്മുടെ മക്കളുടെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്ക് ഈ സഖ്യത കൂടുന്നതൊക്കെ പലപ്പോഴും എന്താണ്, പകിട്ടും പത്രാസും ഒക്കെ നോക്കിയാണ് നമ്മൾ പലപ്പോഴും സഖ്യത കൂടുന്നത്. അതിനകത്ത് ദൈവികത നോക്കാതെ പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന വലിയ പ്രോബ്ലം ഉണ്ട്. പക്ഷേ എപ്പോഴും ഒരു സഖ്യതയിൽ നമ്മുടെ പ്രഥമമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു തന്നെ ആയിരിക്കണം, ആ വ്യക്തിയുടെ ദൈവികത എന്നുള്ളതായിരിക്കണം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം. ഒരു വ്യക്തി ഒരു മകന് കല്യാണം ആലോചിച്ചുകൊണ്ടൊരു ഒരു കൊച്ചിൻ്റെ കാര്യം വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് നിൽക്കുന്ന ആൾ വന്ന് പറയാണ്, സാറേ അത് ആ പെൺകുട്ടി നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയാണ്, അവൾ MSc കഴിഞ്ഞിട്ട് അവൾ ഇപ്പോൾ MPhil ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു 0 ഇട്ടു. തന്നെയല്ല, കുട്ടിയുടെ ഭവനത്തിൽ വളരെ സാമ്പത്തിക പശ്ചാത്തലമൊക്കെ ഉള്ള വ്യക്തിയാണ്, അവർ നമുക്ക് ആവശ്യത്തിന് പണമൊക്കെ തയ്യാറാണ്, ഒരു 0 ഇട്ടു. അത് എന്ത് തന്നെയല്ല സാറേ, അവരുടെ കുടുംബം വളരെ പുരാതനമായ, നമുക്ക് അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, പുരാതനമായ ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ്, അല്ലാതെ ഇപ്പോഴത്തെ ആളുകളൊന്നും അല്ല എന്ന് പറഞ്ഞ് വളരെ കാര്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു 0 ഇട്ടു. അത് തന്നെയല്ല സാറേ, അവൾ നല്ല ലാംഗ്വേജ് സ്കില്ലൊക്കെ ഉള്ള കൊച്ചാ, അതുകൊണ്ട് അവൾ നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന കൊച്ചാണ്, അതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാര്യമാണല്ലോ, അപ്പോൾ ഒരു 0 ഇട്ടു. എന്ന് തന്നെയല്ല സാറേ, അവൾ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഒരു നല്ല ദൈവപൈതലാണ് സാറേ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പുറത്തൊരു 1 ഇട്ടു. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം, ബാക്കി എന്തെല്ലാം ഉണ്ടെങ്കിലും എന്തോയേ ഉള്ളൂ, 0 ഉള്ളൂ. പക്ഷേ ഇതിനെല്ലാം വിലയുണ്ടാകും ഇപ്പുറത്ത് എന്തുണ്ടെങ്കിൽ. അത് നമ്മൾ ഓർക്കണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കല്യാണം ആലോചിക്കുമ്പോഴൊക്കെ ഓർക്കണം, ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും എന്ത് വിലയുള്ളൂ, 0 ഉള്ളൂ. എന്തിനാണ് ശരിയായിട്ടുള്ള വില? അവളുടെ ദൈവഭക്തി, ദൈവത്തോടുള്ള അവളുടെ ആദരവ്, ദൈവികമായ അവളുടെ ഉടമ്പടി എന്നുള്ളതാണ്. അപ്പോൾ യഹോശാഫാത്ത് മകനെ, നമ്മൾ അതിന് 2 ദിനവൃത്താന്ത പുസ്തകം 20-ന്റെ 31-ാം വാക്യവും 21-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യവും വായിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പോകുകയാണ്. തൻ്റെ മകൻ യെരോഹാമിന് അവൻ ഭാര്യയെ എടുക്കുന്നത് ആഹാബിൻ്റെ, അല്ലെങ്കിൽ ആഹാബുമായി സഖ്യത കൂടി എന്നാണ് എഴുതിയിരിക്കുന്നത്. താഴെ എഴുതുമ്പോഴാണ് മനസ്സിലാകുന്നത് ആഹാബിൻ്റെ മകളെയാണ് വിവാഹം കഴിക്കുന്നത് എന്നുള്ളത്. യഹോരാമ് ഭാര്യ അഥല്യ ആകണം, അഥല്യ എന്നാണ് അത് നമ്മൾ താഴോട്ട് വായിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാം. എന്നാൽ യഹോരാം എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, യഹോശാഫാത്തിന് പല മക്കളുണ്ടായിരുന്നു, അവർക്കെല്ലാം അവന് നല്ല നല്ല സമ്പാദ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു. എന്നാൽ രാജ്യത്വം ആർക്ക് കൊടുത്തു? യഹോരാമിന് കൊടുത്തു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കുന്നത് യഹോരാം തൻ്റെ സഹോദരന്മാരെ എല്ലാവരെയും കൊന്നുകളയുന്നതാണ്. സഹോദരന്മാരെ എല്ലാം കൊന്നുകളയുന്നത് കണ്ടപ്പോൾ ശരിക്കും ഏലിയാ പ്രവാചകൻ അവനൊരു കത്ത് കൊടുത്തു വിടുന്നുണ്ട്. അത് 21-ാം അധ്യായത്തിൻ്റെ 2 ദിനവൃത്താന്ത പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഏലിയാ പ്രവാചകൻ അവനൊരു കത്ത് കൊടുത്തു വിടുന്നുണ്ട്. അവനെ നിശിതമായി വിമർശിച്ചുകൊണ്ട്, നിന്നിലും നീതിയുള്ളവരായ ആളുകളെ നീ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് ഒരു നിശ്ചിതമായ, ഞാൻ നിങ്ങൾക്ക് ചരിത്രം പഠിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. നമ്മൾ ഈ രാജാക്കന്മാരുടെ ചരിത്രം, ഞാൻ ഈ കഴിഞ്ഞ സമയത്തൊക്കെ രാജാക്കന്മാരുടെ ചരിത്രം ശരിക്കും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ ആത്മീകമായി അതിനകത്ത് ഒത്തിരി പാഠങ്ങൾ ഇന്നത്തെ കാലവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുണ്ട്. അതിനുശേഷം നമ്മൾ അഹസ്യാവ് അല്ലെങ്കിൽ യഹോവാസും അഹസ്യാവ് ഒരേ ആൾ തന്നെയാണ്. ആ ഒരു രാജകുമാരൻ ഒഴികെ ബാക്കി എല്ലാവരെയും ആരബ്സ് വന്ന് കൊന്നുകളഞ്ഞെന്നാണ് പറയുന്നത്. അറബികളും ഏദോമ്യരും ഒക്കെ വന്നിട്ട് അവരെന്ത് ചെയ്യാണ്? കൊന്നുകളയാണ്. അങ്ങനെ അഹസ്യാവിൻ്റെ യഹോവാസിൻ്റെ അമ്മ അഥല്യ എന്ന് പറയുന്നത് ഒമ്രിയുടെ മകൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഒമ്രിയുടെ കൊച്ചുമകൾ എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നൊരു വാക്കാണ് അവിടെ. ഒമ്രിയുടെ മകൻ ആഹാബിൻ്റെ മകൾ അഥല്യ, അവളുടെ ചിന്ത അനുസരിച്ചും അവളുടെ ധാരണ അനുസരിച്ചുമാണ് ഈ അഹസ്യാവ് ഭരണം നടത്തുന്നത്. പക്ഷേ അമ്മാച്ചനെ കാണാനായിട്ട് പെതിയെ അവിടെ വരെ ഒന്ന് പോയതാ. എവിടാ? ഇസ്രായേൽ രാജ്യത്തിലേക്ക് പോയതാണ്. അവിടെ വെച്ച് യേഹു അവനെ കൊന്നുകളഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്തതായിട്ട് ഭരണം നടത്തുന്നത് അഥല്യയാണ്. യഹൂദിയയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ദാവീദിന്റെ രാജകുടുംബത്തിൽപ്പെട്ടതോ അല്ലാതെ ഒരു ആള് തന്നെ വരുന്നത്. അത് ഒരു സ്ത്രീയാണ്, അഥല്യ വന്നപ്പോൾ അഥല്യ എന്ത് ചെയ്യുന്നറിയാമോ? ഈ യഹോറാമിന്റെ അഹസ്യാവിന്റെയോ സന്തതി പരമ്പരകളിൽ പെട്ട എല്ലാ രാജസന്തതികളെയും ഇവൾ കൊന്നുകളഞ്ഞു. നോക്കണം, അതായത് ദാവീദിന്റെ രാജപരമ്പരയിൽപ്പെട്ട ഒരു കുഞ്ഞു പോലും ശേഷിക്കാതെ അവൾ കൊന്നുകളഞ്ഞു. എന്നാൽ ഈ അഹസ്യാവിന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആയിരുന്ന, അതായത് അവിടുത്തെ റാണി രാജകുമാരി ആയിരുന്ന യഹോയാദാ പുരോഹിതന്റെ ഭാര്യയും രാജകുമാരിയുമായിരുന്ന യഹോശാഫാത്ത് ഇതിനകത്ത് ഒരു കുഞ്ഞിനെ മോഷ്ടിച്ചുകൊണ്ട് പോന്നു. 7 വർഷം ദൈവാലയത്തിൽ കാര്യം ഭർത്താവ് മഹാപുരോഹിതനായതുകൊണ്ട് ദൈവാലയത്തിനുള്ളിൽ ഈ കുഞ്ഞിനെ വളർത്തി, ആരും അറിയാതെ. 7 വർഷം കഴിഞ്ഞപ്പോൾ യഹോയാദാ പുരോഹിതൻ കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ഈ രാജകുമാരൻ ജീവിച്ചിരിപ്പുണ്ടെന്നും അങ്ങനെ
ഈ രാജകുമാരനെ രാജാവാക്കി. അവനാണ് യോവാശ്. യോവാശിൻ്റെ കാര്യം നമ്മൾ ആദ്യം പറയുമ്പോൾ ആദ്യം ഇവൻ എന്താണ് ശരിക്കും ദൈവാലയം പണിയാനൊക്കെ ഭയങ്കര താല്പര്യവും എല്ലാ കാര്യങ്ങളും കണ്ടു. യഹോയാദ പുരോഹിതൻ ജീവിച്ചിരുന്ന കാലം, അദ്ദേഹം 130 സംവത്സരം വരെ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ആ 130 സംവത്സരം വരെ ജീവിച്ചിരുന്നത് കൊണ്ട് അദ്ദേഹം ജീവിച്ചിരുന്ന കാലം അത്രയും, കാര്യം യഹോയാദ പുരോഹിതനാണ് ഇവന് ജീവൻ കൊടുത്തത്. യഹോയാദ പുരോഹിതൻ ജീവിച്ചിരുന്ന കാലം അത്രയും യോവാശ് വളരെ നന്നായിട്ടൊക്കെ ജീവിച്ചു. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ്, നമുക്ക് മെന്റർ ഇല്ലെങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ സമൂഹങ്ങളിലും സംഘടനകളിലും എല്ലാം പറ്റുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അതിന് നല്ല ദർശനത്തോടു കൂടെ കൊണ്ടുപോകുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് കാണും. അവരുടെ കാലശേഷം എന്ത് സംഭവിക്കുന്നുള്ളതാണ് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടതായ ഒരു വലിയ ഒരു വിഷയമാണ്. ഏതൊരു സംഘടനയും, ഞാൻ ഉൾപ്പെടുന്ന ജീസസ് മിഷൻ ഉൾപ്പെടെ എന്ത് സംഘടനയാണെങ്കിലും. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഒരു ഭീതി, ചരിത്രത്തിൽ നമ്മൾ എപ്പോഴും ഒരു ഭീതിയോടുകൂടെ വേണം കാര്യങ്ങളെ കാണാൻ. എന്ത് ആ ശരിയായിട്ടുള്ള എന്താണ് മെൻറ്ററിങ് നടക്കാത്തതായ സമയത്ത് എന്ത് ചെയ്യുന്നു? നാച്ചുറലി അവൻ രാജാവല്ലേ, അവൻ്റെ കയ്യിൽ പണമുണ്ട്, അവന് കാര്യങ്ങളുണ്ട്, അവൻ നേരെ കാര്യങ്ങളെ തിരികെയാണ്. കാര്യങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ യഹോദയാദ പുരോഹിതൻ്റെ മകനായ സെഖരിയാവ്, അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് രാജാവിനെതിരായിട്ട് സംസാരിച്ചു. സെഖരിയ പുരോഹിതനെ അവർ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. അവർ കല്ലെറിഞ്ഞു, അതിനുശേഷം അവനെ കൊന്നുകളയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന യോവാശിൻ്റെ കാലഘട്ടത്തിൻ്റെ ആദ്യത്തെ സമയത്താണ് യോവേൽ പ്രവാചകൻ്റെ ഭരണം, അല്ലെങ്കിൽ യോവേൽ പ്രവാചകൻ്റെ പ്രവചനം എങ്കിൽ അതാണ് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങളുമായിട്ടൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ അതിനകത്ത് കയറി വരണമായിരുന്നു. അത് കയറി വരാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രധാനമായിട്ട് ഓർക്കാനുള്ളൊരു കാര്യമുണ്ട്. യഹൂദയുടെ പിന്മാറ്റത്തിൻ്റെ തുടക്കത്തിലാണ് യോവേൽ പ്രവാചകൻ പ്രവചിക്കുന്നത്, അല്ലാതെ അതിൻ്റെ ഒടുക്കത്തിലല്ല. തുടക്കത്തിലായിട്ട് കൂടെ എത്ര സ്ട്രോങ് ആയിട്ടാണ് യോവേൽ പ്രവാചകൻ ജനങ്ങളോട് കൽപ്പിക്കുന്നത് എന്നുള്ളതാണ് എന്നെ ചിന്തിപ്പിച്ചതായ കാര്യം. അതായത് വിഗ്രഹാരാധികളായി ബാൽ വിഗ്രഹത്തെ കൊണ്ടുപോയി പൂജാഗിരികൾ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യാം, അതായിരുന്നു ഒരു വലിയ ഇഷ്യൂ ആയിട്ട് നമുക്ക് കരുതുന്നു. അത്രയൊന്നും ഇല്ലാന്നേ. വളരെ ചെറിയ ഒരു പിന്മാറ്റത്തിലേക്ക് വരുന്ന സമയത്ത് ദൈവം അത് വളരെ ഗൗരവമായിട്ട് എടുക്കുന്നു. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം, നമ്മുടെ ചെറിയ പിന്മാറ്റങ്ങളൊന്നും ദൈവം ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നാണ് നമ്മുടെ ചിന്ത. എന്നാൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലും ചരിത്രത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം തൻ്റെ ജനത്തിൻ്റെ ചെറിയ പിന്മാറ്റത്തെ പോലും എന്തായിട്ട് എടുക്കുന്നുണ്ട്? വളരെ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട്. മറ്റുള്ളവരെന്തെങ്കിലും കാണിച്ചാൽ ഒരു പക്ഷേ അത് ദൈവം ശ്രദ്ധിച്ചില്ലെന്നിരിക്കും. പക്ഷേ തൻ്റെ ജനത്തിൻ്റെ ചെറിയ പിന്മാറ്റത്തെ പോലും ദൈവം എന്ത് ചെയ്യുന്നു? വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്, നമ്മൾ മടങ്ങി വരണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ അതുണ്ടാകത്തില്ല. ഇവിടെ ഉണ്ടാകുന്ന പ്രത്യേകത ഏതാണ്? ദൈവം ദുഷ്ടജനതയെ ഒരു പക്ഷേ അവൻ വളരാൻ അനുവദിച്ചേക്കും. നമ്മൾ സങ്കീർത്തനങ്ങളിൽ വായിക്കുമ്പോഴത്തേക്ക് 37-ാം സങ്കീർത്തനത്തിന് 35 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും അതിൻ്റെ 92-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോഴും ഒക്കെ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ദുഷ്ടന്മാരുടെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ സ്വദേശീയമായ പച്ചവൃക്ഷം പോലെ, അല്ലെങ്കിൽ അവൻ പുല്ല് മുളയ്ക്കുന്നത് പോലെ മുളയ്ക്കുന്നു. അത്രയൊക്കെ ഉള്ളൂ.